ഹായ് കുട്ടീസ്, നമ്മൾ എത്ര പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോകുന്ന ഒരു ടോപ്പിക്കാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ പ്രത്യുൽപാദന ആരോഗ്യത്തിലെ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതായത് ജനന സമയത്ത് ഒരു വാക്സിൻ എടുക്കണം, അതുപോലെ തന്നെ 6 ആഴ്ച കൂടുമ്പോൾ, 10 ആഴ്ച കൂടുമ്പോൾ, 14 ആഴ്ച കൂടുമ്പോൾ, അങ്ങനെ ഓരോ സമയത്ത് ഓരോ വാക്സിൻ നമ്മൾ എന്ത് ചെയ്യണം, മുൻകരുതലുകളായിട്ട് എടുക്കണം. അപ്പോൾ അത് ഏതൊക്കെ വാക്സിനാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോകും. അത് മാറാതിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതാ പിടിച്ചോളി. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, വിച്ച് ആർ ദ വാക്സിൻസ് ടു ബി ഗിവൺ അറ്റ് ബർത്ത്? ജനന സമയത്ത് എടുക്കേണ്ട വാക്സിൻ ഏതാന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് പഠിക്കാം, ഡിസ്കസ് ആയിട്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം പഠിക്കാം. അതായത് ജനന സമയത്ത് എന്നല്ല, 6 മാസം കൂടുമ്പോഴും 6 ആഴ്ച കൂടുമ്പോഴും, 10 ആഴ്ച കൂടുമ്പോഴും, 14 ആഴ്ച കൂടുമ്പോഴും, പിന്നെ 9 മാസം കൂടുമ്പോഴും, അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഏത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ജനന സമയത്ത് മാത്രം നമുക്ക് പഠിക്കേണ്ട. എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. ഇതാ പിടിച്ചോളൂ സുഹൃത്തുക്കളെ. അതായത് ജനന സമയത്ത് ഡ്യൂറിങ് അറ്റ് ബർത്തിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം എടുക്കുന്ന വാക്സിനാണ് BCG, ക്ഷയത്തിൻ്റെ വാക്സിൻ BCG. പിന്നെ അതുപോലെ തന്നെ OPV, അതായത് ഓറൽ പോളിയോ വാക്സിൻ, പോളിയോൻ്റെ വാക്സിൻ കേട്ടോ. ഓക്കെ, പോളിയോൻ്റെ തുള്ളിമരുന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ചെറുപ്പത്തിൽ. ഓക്കെ, അപ്പോൾ BCG, OPV, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B, ഈ 3 വാക്സിനാണ് ജനന സമയത്ത് എടുക്കുന്നത് പ്രധാനമായിട്ടും. വേറെ എടുക്കലുണ്ട്, പക്ഷെ ഇതാണ് മെയിൻ. BCG, OPV, ഹെപ്പറ്റൈറ്റിസ് B, BCG, OPV, ഹെപ്പറ്റൈറ്റിസ് B. അത് ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കാം. ഇനി ആ കുട്ടിക്ക് ഒരു 6 ആഴ്ചയായി എന്ന് മീൻസ് ഒരു 1.5 മാസമൊക്കെ ആയി. 1.5 മാസമായി കഴിഞ്ഞാൽ അടുത്ത വാക്സിൻസ് എടുക്കും. അതേതാ അടുത്ത വാക്സിൻസ്? 1.5 മാസമായി കഴിഞ്ഞാൽ OPV എടുക്കും. ഏതെടുക്കുക? OPV 1 എടുക്കും. OPV 1. അപ്പോൾ ഇതെന്താ? ഇത് OPV 0 ഡോസാണ്. പക്ഷേ ഇതെന്താണ്? OPV 1 ഡോസാണ്. പിന്നെ എന്താണ്? പെൻറ്റാവാലൻ്റ് 1 എടുക്കും, IPV 1 എടുക്കും, പിന്നെ വേറൊരു സാധനം എടുക്കും, അതാണ് RVV 1. എന്താണ്? RVV 1 കേട്ടോ, RVV 1. അപ്പോൾ എല്ലാം 1 ആണെന്ന് ആലോചിക്കുക. ആദ്യത്തെ 1.5 മന്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 6 ആഴ്ചയിൽ നമ്മൾ എടുക്കുന്ന എല്ലാ വാക്സിനുകളും എന്താണ്? 1 ആണ്. അതായത് OPV 1, RVV 1, പെൻറ്റാവാലൻ്റ് 1, IPV 1, ഒക്കെ 1 എന്ന് ആലോചിക്കുക. അതാകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. അപ്പോൾ മാറാതിരിക്കാനുള്ള ഒരു ഐഡിയ കേട്ടോ, സ്കീമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാറാതിരിക്കാൻ കൃത്യമായിട്ട് പഠിക്കണം. ഫസ്റ്റത്തെ 6 ആഴ്ച കൂടുമ്പോഴുള്ള എല്ലാ വാക്സിനുകളും എന്താണ്? 1 എന്ന് ആലോചിക്കുക. അപ്പോൾ കിട്ടും OPV 1, പെൻറ്റാവാലൻ്റ് 1, IPV 1, RVV 1. ഇനി നേരെ അടുത്തത് 10 ആഴ്ച ആകുമ്പോൾ പറഞ്ഞാൽ ഏകദേശം 2.5 മാസം കഴിയുമ്പോൾ ഇത് നേരെ OPV 2, പെൻറ്റാവാലൻ്റ് 2. ഓക്കെ, OPV 2, പെൻറ്റാവാലൻ്റ് 2, RVV 2. നേരെ എന്ത് ചെയ്യുക? 2 എഴുതുക. സിമ്പിൾ. OPV 2, പെൻറ്റാവാലൻ്റ് 2, RVV 2. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. നേരെ എന്ത് ചെയ്യുക? അത് മൊത്തം 2 എന്ന് എടുക്കുക. ഇനി 14 ആഴ്ച ആകുമ്പോൾ ഏകദേശം 3.5 മാസം നേരെ തിരിച്ച് ഇതാ OPV 3, പെൻറ്റാവാലൻ്റ് 3, പിന്നെന്താണ്? പെൻറ്റാവാലൻ്റ് 3, പിന്നെ RVV 3. സിമ്പിളാണ്. അതായത് ഫസ്റ്റത്തെ 1.5 മന്താകുമ്പോൾ അവിടെ 1 എന്നുള്ള വാക്കില്ലേ, അപ്പോൾ OPV 1, പെൻറ്റാവാലൻ്റ് 1, IPV 1, RVV 1. പിന്നെ 10 ആഴ്ച എന്ന് പറഞ്ഞാൽ 2.5 മാസമാണ്. അപ്പോൾ അവിടെ 2 എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ OPV 2, പെൻറ്റാവാലൻ്റ് 2, RVV 2. പിന്നെ 14 ആഴ്ച എന്ന് പറയുമ്പോൾ 3.5 മന്താണ്. അപ്പോൾ അവിടെ 3 എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ OPV 3, പെൻറ്റാവാലൻ്റ് 3, RVV 3. സിമ്പിൾ. ഇനി അടുത്തത് 9 മാസം. അതായത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വാക്സിൻ എടുക്കുന്നത്. 9 മാസം. പിന്നെ അവിടെ എന്തില്ല, അതായത് ആഴ്ചൻ്റെ കണക്കില്ല. പിന്നെ ഫുള്ള് മാസത്തിൻ്റെ കണക്കാണ്. അപ്പോൾ മാസത്തിൽ എന്തുണ്ട്? മായുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കേണ്ട വാക്സിന് MR വാക്സിൻ. ഏത് വാക്സിൻ? MR വാക്സിൻ. ഏത് വാക്സിൻ? MR വാക്സിൻ 1. ഇനി അടുത്തത്, ഒരു മിനിറ്റ്, അത് ഇവിടെ അല്ലല്ലോ എഴുതേണ്ടത്. ഇതാ ഇവിടെ എഴുതാം. MR വാക്സിൻ 1 ആണ് എടുക്കേണ്ടത്. MR വാക്സിൻ 1. 9 മാസം ആകുമ്പോൾ കേട്ടോ. 9 മാസത്തിൽ മായുണ്ട്. സോ MR വാക്സിൻ 1. പിന്നെ 16 മുതൽ 24 മാസം വരെ ആകുമ്പോൾ MR വാക്സിൻ 2 എടുക്കണം. MR വാക്സിൻ 2. പിന്നെ 6 വയസ്സാകുമ്പോഴും 10 വയസ്സാകുമ്പോഴൊക്കെ എടുക്കേണ്ട വാക്സിൻ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതുവരെയുള്ളത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഇതിൽ അങ്ങനെ ചോദ്യം വരാൻ ചാൻസ് ഇല്ല. ഇനി വരികയാണെങ്കിൽ തന്നെ ഇതുവരെ ചോദിക്കുള്ളൂ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വരാതിരിക്കായൊന്നുമില്ല കേട്ടോ. മേ ബി വരാം. കാരണം ഈ വർഷം പുതിയ പുസ്തകം മാറിയതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്തായാലും ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇത്ര മാത്രമേ വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷേ നമ്മളൊരു ബുദ്ധി വെച്ച് പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനന സമയത്ത് BCG, OPV, ഹെപ്പറ്റൈറ്റിസ്
ഹെപ്പറ്റൈറ്റിസ് ബി അതൊക്കെ എന്താണ് 0 ഡോസ് ആണ്. പിന്നെ 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മന്താണ്. സോ ഒന്ന് ആലോചിക്കുക, OPV1, പെൻഡാവാലൻ്റ് 1, IPV1, RV1 ഒക്കെ 1. പിന്നെ 10 ആഴ്ച പറയുമ്പോൾ 2.5 മന്താണ്. അപ്പോൾ OPV2, പെൻഡാവാലൻ 2, RVV2. 14 ആഴ്ച പറയുമ്പോൾ 3.5 മന്താണ്. അപ്പോൾ OPV3, പെൻഡാവാലൻ 3, RVV3. പിന്നെ 9 മാസത്തിൽ മായുണ്ട്. സോ MR വാക്സിൻ 1. പിന്നെ 16 to 24 മാസം അപ്പോൾ എന്തായിരിക്കും MR വാക്സിൻ 2. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇതൊരു കണക്ഷൻസ് ഉണ്ടാക്കി വെച്ച് പഠിക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു സാർ. ഗുഡ് ബൈ.